എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ആരാധനയിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുറുവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. വിളക്ക് കത്തിച്ച് പറയിൽ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളിന്ന് പാടിയതുപോലെ മനോഹരം നിന്റെ ആലയം, എന്തൊരാനന്ദം തവ പ്രാകാരങ്ങളിൽ എന്ന് ഹൃദയം കൊണ്ട് രുചിച്ചറിഞ്ഞ് അങ്ങേ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് തണ്ടിന്മേൽ കത്തിച്ചു വച്ച ഒരു വിളക്കെന്ന വണ്ണം ഈ പരിശുദ്ധ ആലയവും ആലയത്തിലെ ജനം വിളക്കുകളായി വെളിച്ചം വിതറുന്ന അനുഭവമാക്കി ഈ ദേശത്തെ പ്രകാശമയമായ ഒരു അനുഭവമാക്കി തീർക്കുവാൻ ദൈവമേ വചനചിന്തയിലൂടെ ഞങ്ങളെ സഹായിക്കണം. ഈ ദൈവാലയത്തിന്റെ ശോഭ കെടുത്തിക്കളയുന്ന, വെളിച്ചത്തെ മങ്ങിക്കുന്ന അനുഭവങ്ങളിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ചിന്തിക്കുന്ന വചനത്തിലൂടെ ഒരു മാനസാന്തരവും ഒരു രൂപാന്തരവും ദൈവാലയത്തെ പ്രകാശമയമാക്കി തീർക്കുന്ന അനുഭവങ്ങളിലേക്ക് ദൈവജനം ഉണരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണം. വചനം അവിടുത്തെ സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന വിളക്കുകളായിരിക്കുന്ന ജനവും അവിടുത്തെ വക പരിശുദ്ധാത്മാവിനാൽ ആത്മഭാരത്തോടെ ദൈവവചനത്തിന് വിധേയപ്പെട്ട് വചനത്തിനനുസരിച്ച് ജീവിതം രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവകൃപ വ്യാപരിക്കട്ടെ. അവിടുന്ന് വഴി നടത്തിയാലും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ ആത്മഭാരത്തോടുകൂടെയാണ് ഞാനിന്ന് നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2ാം വട്ടം ഈ നാളുകളിൽ വളരെ അത്യപൂർവമായി ലഭിക്കുന്ന മകൾ ഭാഗ്യമായി ഞാനിതിനെ കാണുകയാണ്. കാരണം ദൈവത്തിൻ്റെ മുൻപാകെ അത്താരയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനിത് ഒരിക്കലും ആഗ്രഹിച്ചതോ എൻ്റെ ചിന്തയിൽ വന്നതോ അല്ല. ദൈവഹിതമെന്ന് മനസ്സിലാക്കി ഈ ദേശത്തേക്ക് വീണ്ടും കടന്നു വന്നു. ദൈവാലയത്തിൻ്റെ മങ്ങിയ അനുഭവങ്ങളെ മനസ്സിലാക്കി എല്ലാ ജനത്തെയും ഒരുമിപ്പിക്കുവാനുള്ള ഒരു ശ്രമം പ്രാർത്ഥനയോട് വിനയത്തോടെ ഞാൻ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾ വിലയിരുത്തണം. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം എല്ലാ ജനത്തെയും ഉണർത്തുവാനും ദൈവാലയത്തോട് ചേർത്ത് നിർത്തുവാനും എല്ലാവർക്കും പറയുവാനുള്ളത് കേൾക്കുവാനും ചിരിച്ച മുഖത്തോടുകൂടെ എല്ലാം കേട്ട് മനസ്സിലാക്കുവാനും ദൈവാലയത്തോട് ചേർത്ത് നിർത്തുവാനുമുള്ള ഒരു വ്യഗ്രത ദൈവകൃപയാൽ എനിക്ക് ലഭിച്ചു. ആ ഒരു അനുഭവത്തിന്റെ മധ്യത്തിൽ കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷകളിലൂടെ ഞാനിങ്ങനെ മുമ്പോട്ട് പോകുകയാണ്. പലപ്പോഴും മാറി നിൽക്കുവാനുള്ള ശബ്ദവും ചേർന്ന് നിൽക്കുവാനുള്ള വൈമുഖ്യവും അതിനുവേണ്ടി പറയുന്ന ഉപശാന്തികൾ പലതും ഞാൻ കേട്ടു. അവിടെയെല്ലാം ആത്മസംയമനത്തോടും സ്നേഹത്തോടും അങ്ങനെയല്ല, നമ്മുടെ ദൈവാലയമാണ്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് അധ്വാനിക്കണം, ഇത് മലമേലിരിക്കുന്ന പട്ടണമാണ്, അത് മറഞ്ഞിരിക്കുവാൻ പാടുള്ളതല്ല, ഈ ദൈവാലയം ഈ ദേശത്തിന് പ്രകാശം പരത്തുന്ന ഒരു നിലവിളക്കായി രൂപാന്തരപ്പെടണം. ആ ഒരു മനോഭാവത്തോടുകൂടെയാണ് ഈ നാളുകളിൽ പ്രവർത്തിക്കുന്നതും അധ്വാനിക്കുന്നതും. ഈ ചിന്തകളുടെ മധ്യത്തിൽ ഇന്ന് ദക്ഷിണേന്ത്യ സഭ നമുക്ക് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന വിഷയം നിലവിളക്കുകളിലെ വെളിച്ചം എന്നുള്ളതാണ്. നിലവിളക്കുകളിലെ വെളിച്ചം.
വെളിച്ചം. പ്രിയമുള്ളവരെ, എല്ലാ മതങ്ങളിലും വിളക്കിനും വെളിച്ചത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. സത്യവേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഇരുളിനെ കീറിമുറിച്ചുകൊണ്ട് വെളിച്ചം ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഭൂമിയിൽ ഇരുൾ ഉണ്ടായിരുന്നു, ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു, അങ്ങനെ ഇരുൾ അകന്നു, വെളിച്ചം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. സത്യവേദപുസ്തകം പഠിക്കുമ്പോൾ വെളിച്ചത്തിന്റെ സൃഷ്ടാവും വെളിച്ചത്തിന്റെ ഉടയവനും വെളിച്ചവും ദൈവം തന്നെ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. യേശു ഈ ലോകത്തെ നോക്കി പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് അനേക അവതാരങ്ങളെ കുറിച്ച് അനേക മതഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ലോകത്തെ നോക്കി ഈ ലോകത്തിന്റെ വെളിച്ചമെന്ന് അവകാശവാദം പറഞ്ഞത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായ ദൈവാലയം, ആ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന ദൈവജനം, ഇവർ രണ്ടും നിലവിളക്കുകളെ പോലെ ശോഭിക്കേണ്ടതാണ്. അപ്പോൾ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു എന്നും ഈ ഭൂമിയിൽ ഇരുൾ ഉണ്ടായിരുന്നു എന്നും വചനം പഠിപ്പിക്കുന്നു. ഇത് രണ്ടും സത്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എത്ര വിശുദ്ധനെന്നും എത്ര വിശുദ്ധ എന്ന് പ്രഖ്യാപിച്ചാലും ഇരുളിന്റെ ഒരു മുഖവും വെളിച്ചത്തിന്റെ പൊൻകിരീടവും നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇരുൾ ജഡത്തിന്റെ പ്രലോഭനങ്ങളിലൂടെ നമ്മെ മുമ്പോട്ട് നയിക്കുമ്പോൾ വെളിച്ചം നമ്മിലേക്ക് പകരുന്ന പ്രകാശം ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെളിച്ചം നമ്മുടെ പ്രതീകവും തിന്മയോട് യോജിക്കാത്തതായ ഒരനുഭവമാണ്. നാം ഇത് ചിന്തിക്കണം. വെളിച്ചം എന്ന് പറയുന്നത് നന്മയുടെ ഒരു പ്രതീകവും തിന്മയോട് യോജിക്കാത്തതുമാണ്. അപ്പോൾ വെളിച്ചത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന ദൈവജനം തിന്മയെ പരിപോഷിപ്പിക്കുന്നുവെങ്കിൽ അത് ദൈവാലയത്തിലായാലും കുടുംബങ്ങളിലായാലും സമൂഹത്തിലായാലും അവരെയൊന്നും നമുക്ക് എങ്ങനെ ദൈവമക്കൾ എന്ന് പറയുവാനായിട്ട് കഴിയും. അപ്പോൾ വെളിച്ചം ദൈവത്തെയും അതിലൂടെ ദൈവത്തിന്റെ സ്വഭാവത്തെയുമാണ് പ്രകടമാക്കുന്നത്. അപ്പോൾ വെളിച്ചം ദൈവത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും പ്രകടമാക്കുമ്പോൾ ദൈവജനം പ്രകാശം പരത്തുന്ന വിളക്കുകളായി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, വെളിച്ചം വഴികാട്ടിയാണ്, വെളിച്ചം നീതിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകവുമാണ്. വെളിച്ചത്തിൽ നടക്കുന്നവന് ലക്ഷ്യമുണ്ട്, അവന്റെ ജീവിതത്തിന് ജീവിത വിജയമുണ്ട്, അവന്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ വ്യക്തമാണ്, മറ്റുള്ള എല്ലാവർക്കും അവനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇരുളിൽ നടക്കുന്നവനോ അപകടങ്ങൾ നിറഞ്ഞ യാത്രയാണ്, ലക്ഷ്യം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല, ഇരുളിൽ തപ്പിത്തടയുന്നു, എപ്പോൾ വേണമെങ്കിലും വീണു പോയേക്കാം, തകർന്നു പോയേക്കാം, ആ അനുഭവത്തിന്റെ മക്കിൽ ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഒന്നുകിൽ നാം വെളിച്ചത്തിൽ നടക്കണം, അല്ലെങ്കിൽ ഇരുട്ടിൽ നടക്കണം. ഇരുളിലും വെളിച്ചത്തിലും ഒരുപോലെ നടക്കുവാൻ ദൈവജനത്തിന് കഴിയത്തില്ല. അപ്പോൾ ദൈവജനം നടക്കേണ്ടുന്ന വഴി ദൈവവചനം പഠിപ്പിക്കുന്നു. അവൻ വെളിച്ചത്തിൽ നടക്കേണ്ടവനാണ്, വെളിച്ചം പകരേണ്ടവനാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കേണ്ടവനാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവം വെളിച്ചമാണ്, ആ വെളിച്ചത്തിൽ ഇരുൾ ഒട്ടുമില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളായ ദൈവജനമായി ഈ ഒരു മതബഹുല സമൂഹത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഞാനും നിങ്ങളും വെളിച്ചത്തിൽ നടക്കേണ്ടവരാണോ
ഇരുളിനെ സ്നേഹിക്കേണ്ടവരാണ്. അപ്പോൾ സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം വെളിച്ചമായി ഈ ഭൂമിയിൽ അവതരിച്ചു. വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ വിളക്കുകൾ വേണം. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കണം. വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ വിളക്കുകൾ ആവശ്യമാണ്. യഹോവയാകുന്ന ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. ഈ വെളിച്ചം നീതിயின் സൂര്യനായ ആ സൂര്യന്റെ പ്രഭാവലയത്തിൽ ഇത് പ്രപഞ്ചം തിളങ്ങി ശോഭിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വിളക്കുകളാണ് സൂര്യൻ. അതിന്റെ സൃഷ്ടാവ് ദൈവം. വെളിച്ചത്തിന്റെ സൃഷ്ടാവ് ദൈവം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, വെളിച്ചത്തിന് നിലനിൽക്കണമെങ്കിൽ വിളക്കുകൾ വേണം. വിളക്കുകളില്ല എങ്കിൽ പ്രകാശമില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അങ്ങനെയെങ്കിൽ ആരാണ് വിളക്കുകൾ? പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ദൈവവുമായുള്ള ആരാധന ബന്ധത്തിൽ ദൈവാലയത്തിൽ അണയാത്ത നിലവിളക്ക് കത്തിക്കൊണ്ടിരുന്നു. ദൈവാലയം എന്ന് പറയുന്നത് അണയാത്ത പൊൻനിലവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരിടമാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ വിളക്ക് മരം എന്ന വാക്ക് ആദ്യമായി കാണുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലാണ്. ദൈവജനം പണിയുന്ന സമാഗമന കൂടാരത്തിൽ സ്ഥാപിക്കേണ്ട സ്വർണ്ണ നിലവിളക്കിനെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം നാം വായിക്കുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് നിലവിളക്ക് സ്ഥാപിക്കണമെന്ന് അഹരോനും പുത്രന്മാരും ചേർന്ന് ഈ വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കണമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സമാഗമന കൂടാരം ദൈവത്തിന് വസിക്കുവാൻ ദൈവജനം ഒരുക്കിയ ആന്തരിക ആ ഇടത്തിൽ ഒരിക്കലും അണയാത്ത ഒരു പൊൻനിലവിളക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം ഇന്ന് പാഠമായി വായിച്ച സെഖരിയാ പ്രവാചകന്റെ പുസ്തകം സ്നേഹവുമാരുടെ സന്തോഷം വളരെ വ്യക്തമായി വായിച്ചു. അത് എന്ത് കാണുന്നു? ഒരു പൊൻ വിളക്ക് കണ്ട് ഞാൻ കാണുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന ജനം ആരെയാണ് കാണേണ്ടത്? ദൈവാലയത്തിൽ ദിനംതോറും കത്തി പ്രകാശം പരന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊൻനിലവിളക്ക്. ഈ പൊൻനിലവിളക്കിനെ കാണുവാനാണ് ദൈവജനം ദൈവാലയത്തിലേക്ക് കടന്നു വരേണ്ടത്. അങ്ങനെ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന ദൈവജനം ഈ പൊൻനിലവിളക്കിന്റെ ശോഭപരിപൂർണയായിത്തീരും. അങ്ങനെ ശോഭപരിപൂർണമായിത്തീരുന്ന ദൈവജനം അവരവരായിരിക്കുന്ന ഭവനങ്ങളിൽ വിളക്കുകൾ പോലെ ശോഭിക്കും. അവരവരുടെ ഭവനങ്ങൾ തെളിഞ്ഞ് കത്തുന്ന അനുഭവങ്ങളായിരിക്കും. ഇരുളിന്റെ നിഷ്ഫല പ്രവർത്തികൾ ആ ഭവനങ്ങളിൽ കാണുകയില്ല. അങ്ങനെയുള്ള ഭവനങ്ങൾ ഒരുമിച്ച് വസിക്കുന്ന ഒരു മതപൗര സമൂഹം പ്രകാശമയമായി തീർക്കുക എന്നുള്ളതാണ് ഈ പൊൻനിലവിളക്കിന്റെ കടമയും ഉത്തരവാദിത്വവും എന്ന് പറയുന്നത്. ഇവിടെ നാം ഇങ്ങനെ വിളക്കിനെ കുറിച്ചും വെളിച്ചത്തെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു വരികയാണ്. അപ്പോൾ വിളക്ക് വേണം, വെളിച്ചം ഉണ്ടാകണമെങ്കിൽ, വെളിച്ചത്തിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ വിളക്ക് വേണം. വെളിച്ചം ദൈവമാകുന്നു എന്ന് നാം ചിന്തിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ വിളക്ക് എന്ന് പറയുന്നത് ആരാണ്? വെളിച്ചം ദൈവമാണ്. വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ വിളക്ക് വേണം. വിളക്കിന് മാത്രമേ വെളിച്ചത്തെ നിലനിർത്തുവാനായിട്ട് കഴിയും. ഇരുളിനെ നീക്കി വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ ഓരോ രാത്രിയുടെയും ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഓരോ പ്രഭാതത്തിലും നീതിயின் സൂര്യൻ പൊൻകിരണങ്ങൾ വിതറി വെളിച്ചം വിതറുന്നത് പോലെ ദൈവജനവും ഓരോ വിളക്കുകളായി രൂപാന്തരപ്പെടേണ്ടതായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ഈ ദേശത്ത് നമ്മെ ആക്കി വച്ചിരിക്കുന്നത്
ഓരോ വിളക്കുകളായിട്ടാണ്. വിളക്കുകൾ പ്രകാശിക്കണം. വിളക്കുകൾ പ്രകാശിച്ചില്ല എങ്കിൽ ആ വിളക്ക് കൊണ്ട് ഏതൊരു ഉപയോഗവുമില്ല. ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചത്തിൽ വസിക്കുന്നവരാണ് ദൈവജനം. അങ്ങനെയെങ്കിൽ ആ വെളിച്ചം ദൈവജനമാകുന്ന വിളക്കുകളിലൂടെ പ്രകാശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിളക്ക് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം യേശു പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു തന്നെ അനുഗമിക്കുന്ന ശിഷ്യഗണങ്ങളെ നോക്കി വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ ഇടവകയിലൂടെ തലമുറയായി ദൈവത്തെ ആരാധിച്ചും ദൈവാലയത്തോട് മാറി നിന്നും പിന്മാറ്റക്കാരായി അങ്ങുമിങ്ങും നോക്കി നടക്കുകയും ദൈവാലയത്തെ കുറ്റം പറയുകയും മാറി നിൽക്കുവാനുള്ള കാരണത്തിന് വേണ്ടി പരീക്ഷണശാലകളിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ദൈവജനമേ, ദൈവവചനം പറയുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, ഈ ആനാഗോഡ് ദേശത്തിൽ ദൈവം നിങ്ങളെ വെളിച്ചങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ വിളക്കുകളായി രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. നീതിயின் സൂര്യനായ ദൈവത്തിൽ നിന്നും പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിളക്കുകളായിരിക്കുന്ന നാം ഓരോരുത്തരും പ്രകാശിക്കുന്നുവെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ തെളിഞ്ഞു കത്തും. ഇന്ന് ഭവനങ്ങൾ ഇരുളിൽ തപ്പുകയാണ്. പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഒന്ന് തിരിഞ്ഞു നോക്കണമേ. പലവിധമായിരിക്കുന്ന സംശയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കുടുംബജീവിതങ്ങളിൽ തെളിച്ചമില്ല, വ്യക്തതയില്ല, എല്ലാം അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ. നമ്മുടെ ഭവനങ്ങളെ പ്രകാശമയമാക്കി തീർക്കുന്നതോ ഇരുട്ടിന്റെ ഉള്ളറകളിലേക്ക് ചവിട്ടി താഴ്ത്തുന്നതോ ഭവനത്തെ രക്ഷാകരമായ അനുഭവത്തിലേക്ക് വഴി നടത്തുന്നതോ ഭവനത്തെ തകർച്ചയിലേക്ക് താഴ്ത്തിക്കളയുന്നതോ ഞാൻ നിങ്ങളിൽ തന്നെയാണ്. അപ്പോൾ യേശു പറഞ്ഞു, നാം ഓരോരുത്തരും തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്കുകളാണ് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ എന്ന വിളക്കിനെ പ്രകാശിപ്പിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവാണ്. അപ്പോൾ മനുഷ്യൻ എന്ന ഈ വിളക്കിനെ പ്രകാശിപ്പിക്കേണ്ടത് ദൈവവചനമാണ്, അഥവാ ദൈവമാണ്. ലോകത്തിൽ വെളിച്ചമായി അവതരിച്ച ക്രിസ്തുവാണ്. യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഭൂമിയിൽ ഇരുളുണ്ടായിരുന്നു, വെളിച്ചമില്ലായിരുന്നു. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നീതിயின் സൂര്യനായ ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു. പാപത്തിന്റെ അന്ധകാരത്തിൽ ആണ്ടുകിടന്ന എന്നെയും നിങ്ങളെയും ഇരുളിന്റെ ഉള്ളറകളിൽ നിന്ന് വെളിച്ചത്തിന്റെ വഴികളിലേക്ക് നമ്മെ ഓരോ വിളക്കുകളായി രൂപാന്തരപ്പെടുത്തി ഈ ലോകത്തിന് പ്രകാശം പരത്തുവാൻ, ഈ ദേശത്തിന് വെളിച്ചം വിതറുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഈ നാളുകളിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അത് ലോകത്തിൽ വന്നുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, ഈ വെളിച്ചം ഇന്ന് നമ്മിൽ കെട്ടുപോയിരിക്കുന്നുവോ? ഈ വെളിച്ചം നമ്മിൽ ഇന്ന് പ്രകാശിക്കുന്നുവോ? മനുഷ്യൻ എന്ന വിളക്കിനെ ഇവിടെ സഖറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, നീ എന്ത് കാണുന്നു? ഒരു സ്വർണ്ണ വിളക്ക് കണ്ടു കാണുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യൻ എന്ന വിളക്കിനെ ദൈവം ഇവിടെ കാണുന്നത് സ്വർണ്ണ നിലവിളക്കായിട്ടാണ്. അപ്പോൾ ദൈവം സ്വർണ്ണ നിലവിളക്കായി നിന്നെ സൃഷ്ടിച്ചിരിക്കെ നീ പ്രകാശം പരത്തുന്ന അനുഭവമാണോ? ഇരുട്ടിനെ സ്നേഹിച്ച് ഇരുളിന്റെ മറവിൽ ഇരുളിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടുനിന്ന് കുറ്റം പറയുവാൻ മാത്രം വാതുറക്കുന്ന, നന്മ കാണുമ്പോൾ നന്മയെന്ന് അംഗീകരിക്കാതെ അതിലെയും കുറ്റം കണ്ടെത്തുവാനുള്ള വിമർശനത്തോടുകൂടെയാണോ നിന്റെ ജീവിതം? പ്രിയമുള്ളവരെ, നാം ഇത് ചിന്തിക്കേണ്ടതായ അനുഭവങ്ങളാണ്. ഞാനിതൊക്കെ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏകദേശം എൻ്റെ ശുശ്രൂഷയുടെ അനുഭവങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന വിളക്കിനെ പ്രകാശിപ്പിക്കണം. ഈ മനുഷ്യൻ
മനുഷ്യൻ എന്ന വിളക്ക് പ്രകാശിക്കണമെങ്കിൽ നീതിயின் സൂര്യനായ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണം. വിളക്ക് വെളിച്ചമുള്ളതാണ്. വെളിച്ചം കെട്ടുപോയാൽ ആ വിളക്കിന് പ്രസക്തിയുണ്ടോ? യേശു പറഞ്ഞ ഒരു ഉപമ ഇവിടെ പ്രസക്തമാണ്. 10 കന്യകമാർ, 10 പേരും വിളക്കെടുത്തു. 10 പേരുടെ കയ്യിലും വിളക്കുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനപ്പെടുന്ന നമ്മുടെ എല്ലാവരുടെ കയ്യിൽ വിളക്കുകളുണ്ട്. ഈ വിളക്കാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. എന്നാൽ സമയമടുത്തപ്പോൾ 5 പേരുടെ വിളക്ക് കെട്ടുപോയി. ഇന്ന് നമ്മുടെ സഭയിൽ പകുതിയധികം പേരുടെ വിളക്കുകൾ കെട്ടിരിക്കുകയാണ്. സഭാ രജിസ്റ്ററിൽ നോക്കുമ്പോൾ ഏകദേശം 300-ലധികം കുടുംബങ്ങളുള്ള ഒരു ഇടവക പലപ്പോഴും ഇന്നെത്തി നിൽക്കുന്നത് ഒഴിഞ്ഞ ബെഞ്ചുകളുമായി വിളക്കുകൾ അണഞ്ഞ അനുഭവത്തിലാണ് നാം ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. ഇപ്പൊ വെളിച്ചമില്ലാത്ത വിളക്കുകളായാൽ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളാണ് നമ്മിൽ നിന്ന് പ്രകടമാകുന്നത്. വിളക്ക് വെളിച്ചമുള്ളതെങ്കിൽ വെളിച്ചത്തിന്റെ മക്കളായി ജീവിക്കും. വിളക്ക് ഇരുട്ടുള്ളതെങ്കിൽ ഇരുട്ടിനെ സ്നേഹിച്ച് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിലൂടെ ജഡമോഹങ്ങളിൽ അടിമപ്പെട്ട് കുറ്റം പറയുവാനും മാറി നിൽക്കുവാനും മങ്ങി നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധ ഇടവകയിലെ ജനത്തെ ഉണർത്തുവാനാണ്. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർന്ന് ദൈവവചനം നിന്റെ മേൽ പ്രകാശിപ്പിക്കുവാൻ, നിന്റെ ഉറക്കത്തെ ഒന്ന് മാറ്റി ഉണർവോടുകൂടി ദൈവത്തെ ആരാധിക്കേണ്ടതായ ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ഇന്ന് സമയം പരിമിതമാണ്. തിരുവത്താഴം കൊണ്ട് 2 ചിന്തകൾ മാത്രം നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കാം. ഒന്നാമത്, ദൈവജനം ലോകത്തിന്റെ വിളക്ക് അഥവാ ലോകത്തിന്റെ വെളിച്ചം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം നാം പറഞ്ഞുവല്ലോ. യേശു തന്നെ അനുഗമിക്കുന്നവരോട് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ഈ വെളിച്ചം പ്രിയമുള്ളവരെ, ആരെങ്കിലും ഇന്ന് വെളിച്ചത്തിലാണ് നടക്കുന്നതെങ്കിൽ ഇത് നിന്റെ വെളിച്ചമാണ് എന്ന് നിനക്ക് പറയുവാൻ അവകാശമില്ല. ആരെങ്കിലും ഒരല്പമായിട്ടെങ്കിലും ഒന്ന് ദൈവാലയത്തിൽ തെളിഞ്ഞു കത്തുന്നുവെങ്കിൽ അത് നീതിயின் സൂര്യനായ യേശുക്രിസ്തുവിന്റെ പൊൻകിരണങ്ങൾ നിന്റെ മേൽ പതിച്ച് നിന്നെ പ്രകാശമയമാക്കുന്നതാണ്. നമുക്കറിയാമല്ലോ, സൂര്യന്റെ പ്രകാശമാണ് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത്. അതുപോലെ നീതിயின் സൂര്യനായി ഈ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശുവിനെ നാം ആരാധിക്കുമ്പോൾ, ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവജനമാകുന്ന നീ ഒരു വിളക്കായി രൂപാന്തരപ്പെടണം. ആ വിളക്കായി നീ രൂപാന്തരപ്പെടുന്നുവെങ്കിൽ നീതിயின் സൂര്യൻ ദൈവാലയത്തിൽ പൊൻനിലവിളക്കായി ശോഭിക്കുന്ന ഈ ലോകത്തിന് വെളിച്ചമായി അവതരിച്ച യേശുവിനെ നീ കാണുമ്പോൾ, ഈ വിളക്കാകുന്ന നീ യേശുവിന്റെ പ്രകാശം പ്രകാശിപ്പിക്കുന്ന, പ്രതിഫലിപ്പിക്കുന്ന ഒരു പൊൻവെളിച്ചമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ വെളിച്ചം എന്ന് പറയുന്നത് നിന്റെ സ്വന്തമല്ല. നിന്നെ പ്രകാശിപ്പിക്കുന്നത് ഈ നീതിயின் സൂര്യനായി ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശു തന്നെയാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അത് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം തേടിയാണ് നിങ്ങൾ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ, ആ നീതിயின் സൂര്യനായ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമ്പോൾ നീ ഒരു സ്വർണ്ണ നിലവിളക്കായി പ്രകാശിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ ദൈവമെന്നാണ് യേശുവിനെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ആരാണ്? വിളക്കുകളാണോ? 10 കന്യകമാരും 10 പേരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു. 5 പേരുടെ വിളക്കുകൾ തെളിഞ്ഞു കത്തിയപ്പോൾ 5 പേരുടെ വിളക്കുകൾ മങ്ങി അണഞ്ഞു. ഇന്ന് നമ്മുടെ ദൈവാലയത്തിൽ ചില വിളക്കുകൾ തെളിഞ്ഞു കത്തുന്നുണ്ട്, ആസക്തി വകയുണ്ട്. ചില വിളക്കുകൾ ഇങ്ങനെ മങ്ങി കത്തിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വേണമെങ്കിലും അണയാം. അനേകരുടെ വിളക്കുകൾ അണഞ്ഞു കഴിഞ്ഞാൽ
ദൈവജനം എന്ന് അവകാശപ്പെടുന്ന നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും? തെളിഞ്ഞു കത്തുവാനാണോ, മങ്ങി മങ്ങി അണയുവാനാണോ നാം ആഗ്രഹിക്കുന്നത്? വെളിച്ചം ഇരുളിനെ അകറ്റുന്നത് പോലെ നമ്മുടെ ദൈവാലയത്തിന്റെ അന്ധകാരമായിരിക്കുന്ന അനുഭവങ്ങളെ അകറ്റി വെളിച്ചം വിതരുന്ന വിളക്കുകളായി നമുക്ക് രൂപാന്തരപ്പെടണം. ഈ വെളിച്ചം എന്ന് പറയുന്നത് വഴികാട്ടിയാണ്, സത്യമാണ്, ജീവനാണ്, സകലത്തെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. ഇപ്പൊ ലോകത്തിന്റെ വെളിച്ചമായി അവതരിച്ച ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമ്പോൾ നീയാകുന്ന വിളക്ക് തെളിഞ്ഞു കത്തണം. അത് പ്രിയമുള്ളവരെ, പാട്ടുകാരൻ കണ്ട് പാടിയതുപോലെ പാട്ട വിളക്കുകളായിട്ടല്ല, തെളിഞ്ഞു കത്തുന്ന നിലവിളക്കുകളായി. ഒന്നാമത് നിന്റെ ഭവനത്തിൽ നീ ദൈവജനമെന്ന് തെളിഞ്ഞു കത്തുക. രണ്ടാമത് നീ ആയിരിക്കുന്ന ദൈവാലയത്തെ നീ പ്രകാശമയമാക്കുക. മൂന്നാമത് നീ ആയിരിക്കുന്ന സമൂഹത്തെ പ്രകാശമയമായ അനുഭവമാക്കി മാറ്റുക. ഈ വിളക്ക് തണ്ടിന്മേലാണ് കത്തിച്ചു വയ്ക്കുവാൻ യേശു പറയുന്നത്. വിളക്ക് പറയുന്നീടല്ല വയ്ക്കേണ്ടത്, തണ്ടിന്മേൽ. തണ്ടിന്മേൽ വയ്ക്കുമ്പോൾ ആ വിളക്ക് ആ ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശമയമാക്കി തീർക്കുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, നാം എങ്ങനെയാണ് കത്തേണ്ടത്? എങ്ങനെയാണ് പ്രകാശിക്കേണ്ടത്? ഇരുട്ടിന്റെ അനുഭവങ്ങളിലല്ല, തല ഉയർത്തി പ്രകാശിക്കണം. ദൈവജനം വിളക്കായി മാറണം, ശോഭിക്കണം. ഇരുളകറ്റി നീതിயின் സൂര്യനായ യേശുവിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുന്ന പൊൻനിലവിളക്കുകളായി നാം രൂപാന്തരപ്പെടണം. ഇത് ഭവനത്തിലും സഭയിലും സമൂഹത്തിലും ഇന്ന് അനിവാര്യമായിരിക്കും. ഒന്നാമത് നാം ചിന്തിച്ചു, ദൈവജനം നിലവിളക്ക് അഥവാ പ്രകാശം. രണ്ടാമത് നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, ദൈവാലയം ദേശത്തിന്റെ വിളക്ക് അഥവാ ദേശത്തിന്റെ വെളിച്ചം. പ്രിയമുള്ളവരെ, ഇന്ന് നാം പാഠമായി വായിച്ച സഖറിയ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ 14 ഭാഗത്ത് അതിന്റെ ചരിത്രം ഇപ്രകാരമാണ് പറയുന്നത്. BC 536 പേർഷ്യൻ രാജാവായിരുന്ന കോരസിന്റെ കൽപ്പന പ്രകാരം ബാബിലോണിൽ നിന്ന് മടങ്ങിയ യഹൂദ ജനത്തെ സഖറിയ പ്രവാചകൻ ഇവിടെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവാലയം പണിയേണ്ട ആവശ്യത്തെക്കുറിച്ച് യഹൂദന്മാരെ പ്രബോധിപ്പിക്കുന്നു. ദൈവജനം ദൈവാലയം പണിത് ദൈവത്തെ ആരാധിച്ചാൽ ദേശം ദൈവകോപത്തിൽ നിന്നകന്ന് ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമെന്നും അതിന് തക്കതായ ഒരു ദർശനം ദൈവം സഖറിയ പ്രവാചകന് നൽകുകയും അങ്ങനെ ദൈവജനത്തെ പൊൻനിലവിളക്കിന്റെ തണ്ടായി രൂപാന്തരപ്പെടുത്തുകയും ആ ഒരു ദർശനത്തിലൂടെ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവജനം ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ട ഒരു ആവശ്യകതയെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ വിശുദ്ധ ദിവസത്തില് ഒരു ക്രിസ്തുമസിന്റെ ആഘോഷങ്ങളിലേക്കും 65ാം സഭാദിന ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ദൈവജനത്തെ ദൈവാലയത്തിലേക്ക് മടങ്ങി വരുത്തുക എന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് ഞാൻ ഈ വചനം ഇന്ന് നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവജനം ദൈവാലയത്തിലേക്ക് മടങ്ങി വരണം. ദൈവജനം ദൈവാലയത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ ദൈവാലയം സമാഗമന കൂടാരത്തിൽ കത്തിജ്വലിക്കുന്ന ഒരു പൊൻനിലവിളക്ക് പോലെ രൂപാന്തരപ്പെടും. അപ്പോൾ ദൈവാലയം എന്ന് പറയുന്നത് ദേശത്തിൽ പ്രകാശം പരത്തുന്ന പൊൻനിലവിളക്കാണ്. നമ്മുടെ ദൈവാലയം ഒരു മതബഹുല സമൂഹത്തിൽ ഒരു പൊൻനിലവിളക്കായി മലമേൽ ദൈവം സ്ഥാപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ദൈവാലയം എന്ന് പറയുന്നത് അനേകരുടെ കണ്ണുനീരും അനേകരുടെ രക്തം വിയർപ്പ് തുള്ളിയായി ധാരധാരയായി ഇവിടെ വാർന്നൊഴുകിയതും ഈ ദൈവാലയത്തിന്റെ പണികൾക്ക് വേണ്ടി അഹോരാത്രം
മുട്ടിൽ മേൽ നിന്ന് പ്രാർത്ഥിച്ചവരും വളരെ പ്രതീക്ഷയോടുകൂടെ ആണിക്കല്ല് കയറ്റുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത ഒരു ദൈവജനത്തിന്റെ ബാക്കി പത്രമാണ് ഈ പരിശുദ്ധ ആലയം എന്ന് മറന്നു പോകരുത്. ഈ ദൈവാലയം ഇന്ന് മങ്ങി മങ്ങി കത്തുന്ന അനുഭവമെങ്കിൽ അതിന് കാരണം ദൈവാലയത്തിലെ വിളക്കുകളായിരിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ മങ്ങിപ്പോയ അനുഭവങ്ങളാണ്. അപ്പോൾ ദൈവാലയത്തിലെ ദൈവജനം ചെറിയ ചെറിയ വിളക്കുകളായി ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു തീ ഗോളമായി അത് ദേശത്തിന് പ്രകാശം പരത്തുമ്പോൾ ദൈവാലയം അത് പ്രകാശ ഗോപുരമായി മാറ്റപ്പെടുകയാണ്. ദേശത്തിന്റെ ഇരുളിന്റെ നിഷ്ഫല പ്രവൃത്തികളെ അകറ്റി ദേശത്തിന് പ്രകാശം പരത്തി ദേശത്തിന് മാർഗദീപമേകുന്ന അത് പൊന്നിലവിളക്കായി നമ്മുടെ ദൈവാലയത്തെ നമുക്ക് പ്രകാശമയമാക്കി തീർക്കുവാനായിട്ട് കഴിയുമോ? ദൈവാലയം പ്രകാശഗോപുരമാണ്. പ്രിയമുള്ളവരെ, എല്ലാ കാലങ്ങളിലും ആരാധനകളിൽ ആഘോഷം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇസ്രായേൽ ജനം അടിമ വീട്ടിൽ ആയിരുന്നപ്പോൾ ദൈവം അവർക്ക് നൽകുന്നു, നിങ്ങൾ പെസഹ ആചരിക്കണം, അത് തിടുക്കത്തോടെ നിങ്ങൾ ആഘോഷിക്കണം, ആരും മാറിനിൽക്കരുത്. ആ ആഘോഷം അവർക്ക് വിടുതൽ പ്രഖ്യാപിച്ചു. അടിമത്വത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശമയമായ ഒരു ജീവിതത്തിന് യാത്ര കുറിക്കുകയാണ്. ആ ജനം അതേ മരുഭൂമികൾ താണ്ടി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കടന്നു വന്നു. അവിടെ യെരൂശലേം ദേവാലയം പണിതു. ആ യെരൂശലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെടുന്ന ശുശ്രൂഷകൾ ആഘോഷമയമായ ആചാരങ്ങളോടുകൂടെ ദൈവജനം ദൈവത്തെ ആർത്ത് സ്തുതിക്കുന്ന അനുഭവം. അങ്ങനെ ഇസ്രായേൽ ലോകത്തിൽ വെളിച്ചം പരത്തുന്ന ഒരു അനുഭവമായി മാറ്റപ്പെട്ടു. തുടർന്ന് ദാവീദിനാൽ ആരംഭം കുറിച്ചതും ശലോമോനാൽ പണിയപ്പെട്ടതുമായ പരിശുദ്ധാലയം, ആ ആലയത്തിൽ ഉത്സവമുണ്ടാകുമ്പോൾ യഹൂദൻ എന്ന് പേരെടുത്ത എല്ലാ വ്യക്തികളും ആ ദൈവാലയത്തിലേക്ക് കടന്നു വരും. ആഘോഷിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ. ആഘോഷമയമായ ദൈവാലയത്തിന്റെ പ്രകാശഗോപുരത്തിൽ പ്രകാശം പരത്തുന്ന അനുഭവങ്ങളിൽ ആ പ്രകാശവലയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രകാശമായി മാറുവാൻ ദൈവജനം വിളക്കായി രൂപാന്തരപ്പെടുന്ന അനുഭവമായി അങ്ങനെ ആരാധനാലയം മാറ്റപ്പെടുന്നു. നമ്മുടെ ആലയവും അതേ യെരൂശലേം ദേവാലയത്തിന്റെ അതേ അനുഭവമല്ലേ? ഇവിടെ കണ്ണിന്മേൽ കത്തിച്ചു വച്ച സ്വർണ്ണ നിലവിളക്കിന്റെ ആ ഒരു പ്രകാശത്തിൽ പ്രകാശപൂരിതമായ ജീവിതം നയിക്കേണ്ട ദൈവജനം പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് മാറി നിൽക്കുന്ന ഇരുട്ടിന്റെ അനുഭവങ്ങളിലേക്ക് മാറി മാറി പോകുന്ന അനുഭവങ്ങളാണോ? പ്രിയമുള്ളവരെ, ഞാൻ വളരെ വേദനയോടും വളരെ ദുഃഖത്തോടും കൂടെ ഇനി അടുത്ത എന്റെ ശുശ്രൂഷ എന്ത് എന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിന് കാരണം ഞാൻ ഈ ദേശത്തിലേക്ക് കടന്നു വന്നു. ഇവിടെ മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വീടുകളിലും ഞാൻ ഓടി. ഹിൽക്ക് രാജസ്ഥാനിൽ മാത്രം പോയിട്ടില്ല. ബാക്കി എല്ലാ ഭവനങ്ങളിലും ഞാൻ ഓടിയതിന് കാരണം വേറെ ഒരു പ്രതീക്ഷയുമില്ല. ദൈവാലയം വെളിച്ച ഗോപുരമാകണം. ദൈവാലയത്തിലെ ദൈവജനം വിളക്കുകളായി രൂപാന്തരപ്പെടണം. പലരും പറയുന്നു, ഞാൻ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, വേളാങ്കണ്ണിയിൽ പോകുന്നവരുണ്ട്, വെട്ടുകാട് പോകുന്നവരുണ്ട്, അടുത്ത പള്ളിയിൽ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തം ദൈവാലയത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? നീ ഈ ദൈവാലയത്തിൽ അംഗമെങ്കിൽ, ഈ ദൈവാലയത്തിൽ നീ ദൈവത്തെ ആരാധിക്കുന്നവരെങ്കിൽ, ഈ ദൈവാലയത്തെ പ്രകാശമയമാക്കി തീർക്കേണ്ട വിളക്കാണ് നീ. ഈ ദൈവാലയം മങ്ങി നിൽക്കുകയും നിന്നെ ആക്കി വച്ചിരിക്കുന്ന പ്രകാശഗോപുരത്തെ നീ മങ്ങിക്കുകയും അതിന്റെ പ്രഭയെ ജ്വലിപ്പിക്കേണ്ട നീ അതിനെ തളർത്തുകയുമാണ് ചെയ്യുന്നതെങ്കിൽ നീ ആകുന്ന വിളക്കിന് എങ്ങനെ ശോഭിക്കുവാനായിട്ട് കഴിയും? ഒരു പക്ഷേ നിങ്ങളെ വിമർശിക്കാം, ചിലപ്പോൾ അടുത്ത ട്രാൻസ്ഫറിന് അപേക്ഷയും കൊടുക്കാം. പറയേണ്ടത് പറഞ്ഞാൽ മാത്രമേ എൻ്റെ മനസ്സിനെ എനിക്ക് തൃപ്തിപ്പെടുത്തുവാൻ കഴിയും. കാരണം ഞാൻ ഒരു പക്ഷവും പിടിക്കുവാനോ ഒരു ലാഭവും
നോക്കിയല്ല ഈ കുപ്പായം ഇട്ടത്. എൻ്റെ ദൈവം എന്നെ വിളിച്ചു എന്ന ബോധ്യം വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ കുപ്പായം ഇട്ടത്. ഒരു കാരണവശാലും ഈ കുപ്പായം ഇടുവാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല ഞാൻ. ദൈവം എന്നെ വിളിച്ചു എന്ന ബോധ്യം, അതുകൊണ്ട് എനിക്കിത് പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവജനത്തെ ഉണർത്തുവാനാണ് ഈ ക്രിസ്മസ് കാലഘട്ടം സഭയും സഭാ കമ്മിറ്റിയും സഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവജനവും ഈ നാളുകൾ ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ക്രിസ്മസ് ഘോഷയാത്ര ക്രമീകരിക്കുന്നത്. അതിൻ്റെ ആദ്യ നടപടി എന്ന വണ്ണം എല്ലാ വാർഡുകളിലും യൂണിറ്റ് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തു കഴിഞ്ഞു. ഓരോ യൂണിറ്റുകളും സജീവമായി പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവാലയം തന്നിമേൽ കത്തിച്ചു വച്ച ഒരു വിളക്കാണ്. അത് ഈ ദേശത്തെ പ്രകാശിപ്പിക്കണം. ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന ചെറുവിളക്കുകളാണ് ഞാനും നിങ്ങളും. ഇത് മാറി നിന്ന് അണഞ്ഞു പോകുന്ന അനുഭവമല്ല. മറ്റുള്ള ഇടങ്ങളെ പ്രകാശിപ്പിക്കുവാനെങ്കിൽ ആ ഇടങ്ങളിൽ നീ അഭയം തേടണം. ഈ ദൈവാലയത്തിന്റെ മകനാണ്, ഈ ദൈവാലയത്തിന്റെ മക്കളാണ്, ഈ ദൈവാലയമാണ് നിന്നെ പരിപോഷിപ്പിച്ചതെങ്കിൽ ഈ ദൈവാലയത്തിന്റെ വിളക്കുകളായി രൂപാന്തരപ്പെടണം. അങ്ങനെ മാറി നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ മടക്കിക്കൊണ്ടുവരിക എന്ന ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവാലയത്തിൽ ഒരു ആഘോഷം, ഒരു ഘോഷയാത്ര ക്രമീകരിക്കുവാനാണ് ആഗ്രഹിച്ചതും എല്ലാ വാർഡുകൾ സന്ദർശിച്ചതും വാർഡുകൾക്ക് യൂണിറ്റ് കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തതും. ഏകദേശം 99ഓളം പേർ അനുകൂല അനുഭവങ്ങൾ പറയുമ്പോൾ ഞാനിങ്ങനെ ഭവനങ്ങൾ സന്ദർശിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ആരായി പലരും മാറി നിൽക്കുവാനുള്ള കാരണം കണ്ടെത്തുന്ന അനേക കൊച്ചുവിളക്കുകൾ ഞാൻ കാണുന്നുണ്ട്. ദൈവാലയത്തോട് ചേർന്ന് ചെറുവിളക്കുകളായിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവാലയം എന്ന ഈ പൊന്നില വിളക്കിനെ പരിപോഷിപ്പിക്കുന്നുവെങ്കിൽ ഒരു മതബഹുല സമൂഹത്തിൽ നമ്മുടെ പരിശുദ്ധാലയം ജ്വലിച്ചു കത്തും. അവിടെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ ദേശത്തിന് പ്രകാശം പരത്തുവാനായിട്ട് കഴിയും. നമ്മുടെ ദൈവാലയം ദേശത്തിന്റെ പൊൻവിളക്കാണ്. നമ്മുടെ ദൈവാലയം ദേശത്തിന്റെ പൊൻവിളക്കായതിനെ ശോഭിപ്പിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളും ഈ ദൈവാലയത്തെ ഒരു പൊൻവിളക്കായി ശോഭിപ്പിച്ചില്ല എങ്കിൽ ദൈവാലയം പാട്ടവിളക്കിനേക്കാൾ തരംതാണു പോകുന്ന അനുഭവങ്ങൾ. ഇന്ന് പലപ്പോഴും പലരും മാറുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുവരെ വളർത്തിയ ദൈവത്തെ മറന്നു ഒരു മൺകൂടാരമായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും നന്മയുടെ വളർച്ചയുടെ അനുഭവങ്ങളിലേക്ക് ഒരു അസ്തിത്വവും വ്യക്തിത്വവും നൽകി നമ്മെ വളർത്തിയ ദൈവത്തെ നാം മറന്നുപോയാൽ നമുക്ക് ഇങ്ങനെ ശോഭിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആഘോഷങ്ങളുടെ നാളുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. കരോളിന്റെ 1-2 പരിശീലനങ്ങൾ കഴിഞ്ഞു. പലരെയും കൺവീനറായിട്ടും ജോയിന്റ് കൺവീനറായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുവാനുള്ള ശ്രമം നടത്തി. പലരും മാറി നിൽക്കുകയാണ്. ദൈവാലയത്തിൽ തഴച്ചു വളർന്ന് പൊന്നിലവിളക്കുകളായി ഇന്ന് കത്തുമ്പോൾ വീണ്ടും ദൈവാലയത്തോട് ചേർന്ന് നിൽക്കുവാൻ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക. ചേർന്ന് നിൽക്കുന്ന തലമുറകൾ വീണ്ടും ജ്വലിച്ച് പ്രകാശിക്കും. ദൈവാലയ ശുശ്രൂഷകളെ സജീവമാക്കുന്നത് ദൈവാലയത്തിലെ ദൈവജനമാണ്. കരോൾ ശുശ്രൂഷ യുവജനങ്ങളുടെ ധർമ്മമാണ്. ഘോഷയാത്ര സഭയിലെ സകല കുടുംബങ്ങളുടെയും ധർമ്മമാണ്. നടക്കുവാൻ കഴിയുന്ന എല്ലാ ജനവും, പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഡിസംബർ മാസം 24-ാം തീയതി വൈകുന്നേരം നടക്കുന്ന ക്രിസ്മസ് ഘോഷയാത്ര ഈ പരിശുദ്ധ ദൈവാലയം കത്തിജ്വലിക്കുന്ന ഒരു നിലവിളക്കായി ഈ മതബഹുല സമൂഹത്തിന്റെ തെരുവീതികളിലൂടെ സഞ്ചരിക്കുവാൻ ഓരോ കത്തുന്ന ചെറുവിളക്കുകളായി ഞാനും നിങ്ങളും അതിൽ ലയിച്ചു ചേരേണ്ടതായിട്ടുണ്ട്. പലരും മാറി നിൽക്കുവാനുള്ള പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലുമാണെന്ന് എനിക്കറിയാം. എന്നാൽ അതിനുള്ള അവസരങ്ങൾ മാറ്റിവെച്ചതിൽ പല കാരണങ്ങളുമൊക്കെ ഉണ്ടാകാം. അവയെല്ലാം മാറ്റിവെച്ച് ചേർന്ന് നിൽക്കുവാനുള്ള കാരണം നമുക്ക് കണ്ടെത്താം. ഈ ദൈവാലയത്തെ നമ്മെ പ്രകാശിപ്പിച്ച, നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരിടമൊരുക്കിയ ഈ ദൈവാലയത്തെ പ്രകാശമയമാക്കുവാൻ നാം ഈ ഡിസംബർ മാസം 24-ാം തീയതി ഈ പട്ടണത്തിന്റെ തെരുവീതികളിലൂടെ ഈ ദൈവാലയം എന്ന പൊന്നിലവിളക്ക് വേണ്ടി നാം നടക്കുവാനായിട്ട്
എത്ര പേർ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നെനിക്ക് മനസ്സിലാക്കണം. ഇത് പറയുവാനുള്ള കാരണം ദൈവാലയത്തോട് എത്ര പേർക്ക് കൂറുണ്ട്. ഈ ആലയം, എൻ്റെ ദൈവത്തിൻ്റെ ആലയം, എന്നെ ഇത്രത്തോളം വളർത്തി ഈ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ച ആലയം, എൻ്റെ തലമുറകൾക്ക് വെളിച്ചം പകർന്ന ആലയം, എൻ്റെ തലമുറകൾക്ക് തലയെടുപ്പോടെ നിൽക്കുവാൻ കരുത്ത് നൽകിയ ആലയം. ഇവിടെ വിഭാഗീയതയുടെ വിത്തുകൾ വിളമ്പരുത്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ പുരോഹിതനാണ്. എന്നിൽ നിന്നും ഏതെങ്കിലും വിഭാഗീയതയുടെ വിത്തുകൾ ആരംഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറയണം. ഇന്ന് പലപ്പോഴും ഈ ക്രിസ്മസ് കാലഘട്ടവും സഭാദിനവും ഒരുമിപ്പിച്ച് സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരിൽ നിന്ന് പ്രാതിനിധ്യം എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ നാം ഇന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് വിഭാഗീയതയുടെ അനുഭവങ്ങളല്ല, ചേർന്ന് നിൽക്കുവാനുള്ള അനുഭവമാണ്. എല്ലാവരും അങ്ങനെ ഒരുമിച്ച് ചെറുവിളക്കുകളായി നാം ഒരുമിച്ച് കൂടി ഈ ദൈവാലയം എന്ന ഈ പൊൻനിലവിളക്കിനെ പ്രകാശമയമാക്കി തീർക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ദേശം വെളിച്ചം പ്രകാശമയമാക്കുന്ന ഒരനുഭവത്തിലേക്ക് മാറും. നമ്മുടെ ദൈവാലയം അത് തണ്ടിന്മേൽ കത്തിച്ച് വെച്ച ഒരു വിളക്കെന്ന വണ്ണം ശോഭിക്കും. ഈ ദൈവാലയത്തെ പ്രകാശമയമാക്കി തീർക്കുവാനും നമുക്ക് കഴിയും. മങ്ങി മങ്ങി ഇതിൻ്റെ ശോഭ കെട്ട് അണയ്ക്കുവാനും നമുക്ക് കഴിയും. ഇതിലേത് തീരുമാനമാണ് നാം എടുക്കുന്നത് എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിൻ്റെ ദിവസമാണ്. ആഘോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ നീതിயின் സൂര്യനായ യേശുവിൻ്റെ പ്രകാശം വിളക്കുകളായിരിക്കുന്ന നമ്മെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ദേശത്തിൽ നീതിயின் സൂര്യനായ ദൈവത്തിൻ്റെ മക്കളായി, ദൈവജനമായി, ദൈവാലയത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.